പറക്കും തളിക ടാസ്കിൻ്റെ ആദ്യ ഘട്ടം കഴിഞ്ഞു. അങ്ങനെ ആകാശത്ത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ആകാശത്തു നിന്ന് കുറച്ച് കോയിൻ വലിച്ചെറിയുന്നു. അത് റെഡ് ബോൾ, അതുപോലെ യെല്ലോ. അപ്പോൾ റെഡിന് 3 പോയിൻ്റാണ്, യെല്ലോയ്ക്ക് 1 പോയിൻ്റേ ഉള്ളൂ. അങ്ങനെ റെഡ് കിട്ടുന്നവരെല്ലാം രക്ഷപ്പെട്ടു. അങ്ങനെ ആദ്യഘട്ടം കഴിഞ്ഞപ്പം ആര്യനാണ് മുമ്പിട്ട് നിൽക്കുന്നത്. 36 പോയിൻ്റാണ് ആര്യൻ നേടിയിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് തൊട്ടടുത്ത് തന്നെ ഉണ്ട് അക്ബർ, 32 പോയിൻ്റുണ്ട്. 3ാം സ്ഥാനത്ത് നമ്മുടെ അനീഷുണ്ട് 29 പോയിൻറ്റുമായിട്ട്. അങ്ങനെ ഇവർ 3 പേര് തമ്മിലുള്ള മത്സരമാണ് ഇനിയുള്ള റൗണ്ടിൽ കാണാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കട്ടയ്ക്ക് 3 പേരും നിസാര പോയിൻറ്റിന് വ്യത്യാസമേ ഉള്ളൂ. 3 പേരും കട്ടയ്ക്ക് നന്നായി ഗെയിം കളിക്കുന്നതും കണ്ടു. ഷാനവാഫിന് 17 പോയിൻ്റുണ്ട്, ലക്ഷ്മിക്ക് 15, അതുപോലെ നൂറയ്ക്കും നമ്മുടെ നിവിനും 8 പോയിൻ്റ് വീതം, അനുമോൾക്ക് 7 പോയിൻ്റ്, ആദിലയ്ക്ക് 3 പോയിൻ്റ്. അങ്ങനെയാണ് കണക്ക്. ഇതിനകത്ത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, അനുമോൾ എന്ത് ഭാവിച്ചാണ് ഈ സാരിയൊക്കെ കൊടുത്ത് വന്ന് നിൽക്കുന്നതെന്ന് തോന്നി. കാരണം കല്യാണ പാർട്ടിക്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടി സാരിയൊക്കെ കൊടുത്ത് ഈ ഗെയിമിന് പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞപ്പം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു കാരണവശാലും മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് ഓടേണ്ട ഒരു ഗെയിം, അതിനകത്ത് സാരിയൊക്കെ കൊടുത്ത് വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം അത് ശരിയാണ്. അത് അനുമോളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോലും ബിഗ് ബൊഫേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇതൊരു ഗെയിമാണ്, ടാസ്ക്കാണ്. ഈ സാരിയൊക്കെ കൊടുത്ത് ഓടി വരുമ്പോഴത്തേനും ബാക്കിയുള്ളവരെ എടുത്തുകൊണ്ട് പോകും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അടുത്ത ഘട്ടം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ഈ ഇപ്പം മുമ്പിൽ നിൽക്കുന്നവരൊക്കെ ഒരുപക്ഷെ താഴോട്ട് പോവാം, ഇപ്പോൾ താഴെ നിൽക്കുന്നവരൊക്കെ ഒരുപക്ഷെ മുമ്പിലോട്ട് പോവാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം, അല്ലേ? ഗെയിം ചേഞ്ച് ആകട്ടെ, അതിനുവേണ്ടി നമുക്ക് കൃത്യമായിട്ട് കാത്തിരിക്കാം. ഓക്കെ, ബൈ.